നമസ്കാരം. മനോരഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം നമ്മുടെ പതിവ് സെഗ്മെന്റിലേക്ക്. മനോരഥത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ കെ ഗിരീഷാണ്. വെൽക്കം ഡോക്ടർ. നമുക്ക് ഈ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് ഫോറിൻ കൺട്രീസിലെല്ലാം എനിക്കൊന്ന് ചെറുപ്രായത്തിലേ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ചെറിയ സ്ഥലത്ത് ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം? എനിക്ക് തോന്നുന്നു ലൈംഗികത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സംഭവമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടി ലോകകാര്യങ്ങളെ ഗ്രഹിക്കുവാൻ, ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ, കൺസെപ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന സമയം തൊട്ട് തന്നെ കൊടുക്കാം. ഈ ലൈംഗിക വിദ്യാഭ്യാസം കൺസെപ്റ്റ് ഫോർമേഷൻ ഉണ്ടാകുന്ന സമയം തൊട്ട് തന്നെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചില പ്രേക്ഷകൻ ധരിച്ചു ഇയാളൊരു ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഇവിടുത്തെ സമൂഹത്തെ തകർക്കാൻ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നെനിക്ക് തോന്നിപ്പോകും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കൊച്ചു കുഞ്ഞ് 4-3 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടിയാണ് ഫോർ എക്സാമ്പിൾ, അത് മുറ്റത്തുനിന്ന് കളിക്കുന്ന അവസ്ഥ ഒരു ചിത്രശലഭം ഒരു പൂവിൽ വന്നിരിക്കുന്നു. അവിടുന്ന് പറന്നു മാറി അത് അടുത്തുള്ള പൂവിലേക്ക് പോകുന്നു. പോളിനേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ട് പൂവിന് നിറം, എന്തുകൊണ്ട് ഈ മണം, എന്തുകൊണ്ട് പോളൻ ഗ്രെയിൻസ്, എന്ത് സംഭവിക്കുന്നു. അവിടെ തുടങ്ങി ഓരോ പ്രായത്തിനും ഗ്രഹിക്കുവാൻ പറ്റുന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് വളരെ ശാസ്ത്രീയവും ഒരുപക്ഷെ കലയും അല്ലെങ്കിൽ ജീവനും അതിനെ ഇൻട്രോവൻ ചെയ്ത ശേഷം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് മാറ്റി നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലൈംഗിക വിദ്യാഭ്യാസം. അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനം. പക്ഷെ ഇവിടെ പ്രായത്തെക്കാൾ ഉള്ളടക്കം, ജീവിതവുമായിട്ടുള്ള അതിന്റെ ബന്ധം, നൽകുന്ന വ്യക്തിയുടെ മനോഭാവം, സ്വഭാവം വളരെ പ്രധാനം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സെക്സ് എന്നൊരു വാക്ക് പറയുമ്പോൾ കുനിഞ്ഞു പറയുന്നുവെങ്കിൽ കേൾക്കുന്ന വ്യക്തികളും കുനിഞ്ഞു പോകും. ഗ്രീഷ്മ ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു, ഇപ്പൊ ലിംഗം. അപ്പൊ ഗ്രീഷ്മ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഓയോ സ്ത്രീയുടെ മുഖത്തേക്ക് ലിംഗം എന്ന് പറയാൻ പറ്റുമോ? ഇത് ഞാൻ കുനിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ ഗ്രീഷ്മയും കുനിയാൻ തോന്നും, കുനിഞ്ഞളയാൻ തോന്നും. പലപ്പോഴും ലൈംഗിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധന്മാരുടെ ഒരു അബദ്ധതാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതി തന്നെ നാണം കുണിക്കൊണ്ടാണ്. മൂക്കെന്ന് പറയുന്നത് പോലെ ലിംഗം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഇത് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പിന്നെ ഹ്യൂമർ പലപ്പോഴും പല വിഷയങ്ങളുടെയും അനാവശ്യ ഗൗരവത്തെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ ലൈംഗിക വിദ്യാഭ്യാസത്തിലും സെൻസിറ്റീവ് ആൻഡ് സെൻസിബിൾ ഹ്യൂമർ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമാണെന്ന് തോന്നുന്നു. പിന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എ ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിക്കുന്നതിനെ പി ഫോർ പെനീസ് എന്നും പഠിപ്പിച്ചാൽ ഒരു തെറ്റുമില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. അത് തീർച്ചയായും ചെയ്യേണ്ടതാണ്. കാരണം ഒരു കുട്ടിയുടെ ലിംഗത്തിൽ ഉറുമ്പ് കടിക്കുമ്പോൾ എന്റെ ഇച്ചിച്ചിൽ ഉറുമ്പ് കടിച്ചേ എന്ന് വിളിക്കുന്ന സ്വഭാവം മാറേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ ഡേർട്ടാണ്, അഴുക്കാണെന്ന ധാരണ മാറ്റാൻ സഹായിക്കും. സ്കൂളിലാണെങ്കിൽ തന്നെ മാനസിക ആരോഗ്യമുള്ള അധ്യാപകർ, പൊതുവായി എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് പുരുഷ അധ്യാപകനും പെൺകുട്ടികൾക്ക് സ്ത്രീ അധ്യാപികയും ആ നിലയ്ക്കുള്ള ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് ആഡ് ചെയ്ത ശേഷം അവരുടെ പിന്നെ എന്താ പറയുക ഗ്രഹണശേഷി അനുസരിച്ച് ലൈംഗിക വിദ്യാഭ്യാസവും പൊതു സാമൂഹിക ആരോഗ്യ ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടി അത്യാവശ്യം എന്നാണ് എന്റെ ധാരണ. ഈ അടുത്തിടെ ഞാൻ എന്റെ ഒരു സുഹൃത്ത് ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഒരു വലിയ സ്കൂളിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. അപ്പം ഷേക്സ്പിയറിന്റെ ഒരു അതായത് റൊമാൻറ്റിക് ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ് ടീച്ചർ. അപ്പം അവരെന്നോട് പറഞ്ഞത്, ഗ്രീഷ്മ പഠിപ്പിക്കുമ്പോൾ എനിക്ക് വളരെ ചമ്മലാണ്, ഈ കുട്ടികൾക്ക് ഞാൻ ഇത് എങ്ങനെ പറഞ്ഞ് വ്യക്തമായി കൊടുക്കും. ഓരോ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഗ്രീൻ പീസിനെ ഹഗ് ചെയ്യുക, ഗ്രീൻ പീസിനെ എങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നു. അപ്പൊ ഇതൊരു ഇതിന്റെ പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലാത്തൊരു രീതിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഒരു ചമ്മലും നാണക്കേടും. പ്രണയത്തിനെ പോലും ഇങ്ങനെ കാണിക്കുമ്പോൾ സെക്സിനെ കുറിച്ച് എങ്ങനെ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം? അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗം. പൊതുവായി സമൂഹത്തിനോടുള്ള ഈ വിഷയത്തിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയുന്ന നിലയ്ക്കുള്ള മനോഭാവം, പരിശീലനങ്ങൾ അത്യാവശ്യം. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ തന്നെ കുട്ടികളിരിക്കുമ്പം അച്ഛനും അമ്മയും അടുത്തിരിക്കാതിരിക്കുക. ഇപ്പം അച്ഛൻ അമ്മയുടെ തോളിൽ കൈയിട്ട് കഴിഞ്ഞാൽ മഹാവൃത്തികളാണ്. മകൻ ഓടി വരുന്ന അവസരത്തിൽ കൈ പെട്ടെന്ന് ചാടി മാറ്റുക. അപ്പൊ കുട്ടി വിചാരിക്കും അയ്യോ അച്ഛൻ അമ്മയെ അടിക്കുകയായിരുന്നു, കൊലയ്ക്കുള്ള ശ്രമം നടക്കുകയായിരിക്കുന്നു. അതിന് പകരം ദിസ് ഈസ് പാർട്ട് ഓഫ് അഫെക്ഷൻ ആൻഡ് കെയർ ആൻഡ് ലവ്. സ്നേഹത്തിൻ്റെതായ ഏറ്റവും നല്ല ഭാഷയാണിത് എന്നൊരു ഒരു ഗ്രാമർ, ഈ ജീവിതത്തിന്റെ വ്യാകരണം കഴിയുന്നതും ആദ്യ നാളുകൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ മാറും.
അങ്ങനെ ഒരു സംവിധാനം വേണ്ടതാണ്. തീർച്ചയായും ഇതുപോലെ സെക്ഷൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. സ്കൂളുകളിലും കോളേജിലും വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പാരന്റ്സ് തന്നെ കുട്ടികളിലെ ഇത് ഇച്ചിച്ചിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞാൽ മാറ്റി നിർത്താതെ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി കുട്ടികളിൽ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. അതാണ് ക്ലിയർ ആൻഡ് സേഫ്. സ്ത്രീകളറിയൻ എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പതിവ് പോലെ പെരൂർക്കട പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും ഡയറക്ടറുമായ ഡോക്ടർ സ്വീറ്റി മാഡമാണ്. നമസ്കാരം മാഡം. ഡോക്ടർ, ഇന്ന് നമുക്ക് പറയാനുള്ള സ്ത്രീകളുടെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു കത്തിലൂടെയാണ് ഞാനത് വായിച്ചത്. ഞാൻ ചുരുക്കി പറയാം, സ്ട്രെച്ച് മാർക്സിന്റെ പ്രോബ്ലമാണ്. ഡെലിവറിക്ക് ശേഷം ഭീകരമായ വയറിലുള്ള പ്രോബ്ലം. ചിലർക്ക് കാലിലുണ്ടാവും, തൊടകളിലും ഉണ്ടാവും സ്ട്രെച്ച് മാർക്സ് ഡെലിവറിക്ക് ശേഷം. ഇത് നല്ല വയറുമുണ്ട്, അതോടൊപ്പം തന്നെ സ്ട്രെച്ച് മാർക്സും. അത് കാണാൻ തന്നെ ഭയാനകമാണെന്ന്. അപ്പം ഹസ്ബൻഡിന് ഭയങ്കര പ്രോബ്ലം ഇത് കാരണം. വൈഫ് അങ്ങനെ അവരുടെ ലൈംഗിക ബന്ധത്തിന് തന്നെ ആകെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ്. സ്ട്രെച്ച് മാർക്ക് നോക്കിക്കൊണ്ടാണ്. അല്ല, വയറുമുണ്ട് നല്ല. ചില ആണുങ്ങൾക്ക് ചില ഓരോ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, വികൃതമായ ഓരോ ഇതല്ലേ. അപ്പം ഈ സ്ട്രെച്ച് മാർക്ക് ഇപ്പം മാറ്റാൻ പറ്റും. ഇറ്റ്സ് പണ്ടത്തെ പോലെ അല്ല. വൺസ് വന്നാൽ ഇച്ചിരി പ്രയാസം. ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ നമുക്ക് ആക്റ്റീവ് ട്രീറ്റ്മെന്റിലേക്ക് തന്നെ പോകണം. ലേസറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പല സെറ്റിംഗ് കഴിഞ്ഞ് മാറ്റേണ്ടി വരും. ഇപ്പൊ ഈ പറയുന്ന തൈലവും ഓയിലും ഇതും അതും കുറെ കാണുന്ന പ്രോഡക്ട്സ് ഉപയോഗിച്ചു എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. നമ്മള് തമാശക്കല്ലേ അത് ആ പരസ്യമൊക്കെ കാണുന്നത്. നമുക്ക് കാണാം, അത്രേ ഉള്ളൂ. അവർക്ക് വിറ്റ് പോയാൽ അത്രയും നല്ലത്. പക്ഷെ ഇതിനൊക്കെ ഒരു സത്യാവസ്ഥയുണ്ട്. പരസ്യത്തിൽ പലതും കാണിക്കും അല്ലേ, അവരതിന് ക്ലെയിം ചെയ്യുന്നില്ലല്ലോ ഇത് സത്യമായിട്ട് ഞങ്ങൾ മാറ്റി തന്നോളാന്നില്ല. അവര് പറയണം മാറും എന്ന്. നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ ഒരു സത്യാവസ്ഥയുണ്ട്. സ്കിൻ ഒരിക്കൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഫൈബ്രസ് ടിഷ്യൂ ഇങ്ങനെ സ്ട്രെച്ച് ആവുകയാണ്. ആവുമ്പോൾ പിന്നെ അത് തിരിച്ച് രണ്ടും കൂടി ഒരുമിച്ച് ചേരാൻ ഒരുപാട് പാടാവും. അപ്പം പിന്നെ ചെയ്യാവുന്നുള്ളത് ആ ടിഷ്യൂവിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടത്. ആ വെള്ള കളറിലുള്ള വരുന്നതിന് ഫൈബ്രസ് ഇതാണ് സ്കിന്നിന്റെ ഒരു പാർട്ടാണത്. അതാണ് ഇങ്ങനെ ഇതായി വരുന്നത്. അപ്പം എപ്പോഴും ഇനിയിപ്പം ഗർഭിണിയാവണം തന്നെ ഇല്ല, വലിയ തടി വെക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ തടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഈ തൊടഭാഗത്തൊക്കെ നല്ല വെള്ള വെള്ള ലൈൻസ് വീണു തുടങ്ങും. അതേപോലെ കൈകളിലൊക്കെ ലൈൻ വീണു തുടങ്ങും, വയറിൽ ലൈൻ വീണു തുടങ്ങും. അപ്പം ഒരു സ്ത്രീക്ക് അറിയാൻ പറ്റും ഞാൻ സാധാരണേനെക്കാട്ടിലും വണ്ണം വെച്ച് വരികയാണ്. സ്കിൻ ഏത് രീതിയിൽ വലുതായാലും സ്ട്രെച്ച് ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിലായിരിക്കും. ഇത്രയും വലിയ വയറ് അല്ലാതെ വരില്ലല്ലോ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം അതിനുള്ള നല്ല ഇതുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി പ്രിവെൻഷനാണ് ക്യൂറിനെക്കാളും ഈസിയർ. അപ്പം ആ സ്ട്രെച്ച് മാർക്സ് വന്ന് തുടങ്ങുന്നതിന് മുമ്പേ, അതായത് സ്ട്രെച്ച് ചെയ്യാനൊക്കെ 4-ാം മാസം ഒക്കെയാണ്. അപ്പം നമ്മൾ സെക്കൻഡ് തേർഡ് മന്ത് തൊട്ട് അതിന് പെർട്ടിക്കുലർ സ്ട്രെച്ച് മാർക്സിന് വേണ്ടിയിട്ട് അതിന്റെ റീജനറേഷൻ, അതായത് ഇതിന്റെ ടിഷ്യൂ റീജനറേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിനൽ ആയിട്ടുള്ള മരുന്നുകൾ തന്നെയുണ്ട്. സോ അത് റൂട്ടീനായിട്ട് തേർഡ് മന്ത് തൊട്ട് സ്ഥിരമായിട്ട് 2-3 പ്രാവശ്യം വയറിൽ അപ്ലൈ ചെയ്യുക. അതങ്ങനെ റൂട്ടീനാക്കുക, റെഗുലർലി 2 or 3 times a day. അപ്പോൾ ആ ക്രീം അത് കഴിവതും ഈ ഉൽപ്പന്നങ്ങളല്ല, മെഡിസിനലി പ്രൂവൺ അങ്ങനെയുള്ളത്. അപ്പൊ നമുക്ക് അതിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. സോ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് വന്നാൽ നമുക്ക് വന്നിട്ട് ഒരു 85% വരെ ഉള്ള സ്ട്രെച്ച് മാർക്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കൂടുതൽ പിന്നെയും വരണമെങ്കിൽ നമുക്ക് പോസ്റ്റ് ഡെലിവറി ലേസർ സിറ്റിംഗ്, ലേസർ വെച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി സിറ്റിംഗ്സ് വേണ്ടി വരും ചിലപ്പോൾ, വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. ഈ വ്യായാമം എക്സസൈസിലൂടെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഇത് ഒരു സ്കിന്നിന്റെ മാത്രം പ്രശ്നമാണ്. സ്കിൻ വന്നിട്ട് സ്ട്രെച്ച് ചെയ്യും തോറും അത് ഗർഭധാരണമോ എന്താണെങ്കിലും ശരി, ഇപ്പൊ ഒരു വല്ലാണ്ട് തടിവിക്കണ ഒരു മനുഷ്യനായാലും പുള്ളിക്ക് ഇങ്ങനെ സ്ട്രെച്ച് മാർക്ക് വന്നുകൊണ്ടിരിക്കും. സോ അത് നോർമൽ. അപ്പൊ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള സ്ട്രെച്ച് മാർക്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെഡിസിനൽ ഉൽപ്പന്നങ്ങൾ തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. സോ അപ്പൊ അത് എല്ലാവരുടെയും വിചാരം സ്ട്രെച്ച് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കണം എന്നതല്ല, അത് പ്രിവെന്റ് ചെയ്യേണ്ടതാണത്. പ്രിവെൻഷനാണ് വേണ്ടത്. അപ്പൊ 3-ാം മാസത്തിലേ തുടങ്ങണം. ഒരു സ്ട്രെച്ചും ഇല്ലാതിരിക്കുമ്പോ തന്നെ തുടങ്ങണം അത്. അപ്പം പതുക്കെ അതിന്റെ ഫൈബ്രോബ്ലാസ്റ്റ് ആ ഒരു ആക്ഷൻ കുറഞ്ഞു അതിന്റെ റീജനറേഷൻ കൂടി വരും. ഇതുപോലെ വയറിന്റെ പ്രോബ്ലം ഡെലിവറിക്ക് ശേഷമാണല്ലോ പെണ്ണുങ്ങൾ കൂടുതൽ വയറുണ്ടാവുന്നത്.
അത് ഞാനൊരു കാര്യം പറയാം. ഈ വയറുണ്ടാവണം എന്ന് വെച്ചാല് ഈ അത് വലിയ ഒരു വലുതായ ഒരു വയറാണല്ലോ. എന്നിട്ട് എന്ത് പറ്റും, കുഞ്ഞും ഇതൊക്കെ വെളി വന്നു കഴിയുമ്പോൾ നല്ല അസലായിട്ട് അതങ്ങ് ചുരുങ്ങും. പക്ഷെ ലൂസ് ആയിട്ടുള്ള ഒരു സ്കിൻ അങ്ങ് കിടക്കും. ആ ലൂസ് സ്കിന്ന് അതിന്റെ അകത്ത് കുറെ സ്ഥലവും പൊട്ടൻഷ്യൽ സ്പേസ്. ഇപ്പൊ നമുക്കൊരു ബാഗ് ഇങ്ങനെ വെറുതെ അതിനകത്ത് എന്തെങ്കിലും സാധനം ഇടാന്നുള്ള രീതിക്ക് കിടക്കുന്ന ഒരു ബാഗ് എന്ന് വിചാരിച്ചോ, അതങ്ങനെ കിടക്കുകയാണ്. ഈ പ്രസവം കഴിഞ്ഞതും നെയ്യ് കൊണ്ട് വെച്ചിട്ടുള്ള മറ്റേ അരിഷ്ട എന്തൊക്കെയോ ഉണ്ടല്ലോ, ഒരു കുഴമ്പ്, കുരിഞ്ഞിക്ക, അങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങള്, ഇതെല്ലാം മുഴുവനും നെയ്യ് കൊണ്ട് നിറച്ച സാധനങ്ങളാണ്. നോക്കിയാൽ മതി, നമ്മുടെ പഴയ ഇതനുസരിച്ചിട്ടുള്ള മൊത്തം കഴിപ്പിക്കും ഈ ഗർഭിണിയെ കൊണ്ട്. ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ വെച്ച് പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഒരു 3 മാസം തീറ്റിക്കാവുന്നുള്ളതിലെ ഏറ്റവും ഹൈ ഫാറ്റ് ഡയറ്റ് തീറ്റിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്രസവ ശുശ്രൂഷ. ഇന്നും നമ്മൾ അതിൽ നിന്നും മാറിയിട്ടില്ല. സോ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഫാറ്റ്, ഇല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് മോശം എന്ന് പറയും. അമ്മയുടെ നോട്ടം പൊതുവെ എന്റെ അടുത്ത് ഒരു അമ്മ വന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞു അത്യാവശ്യത്തിനൊക്കെ കൊടുത്താൽ മതി, വലിയ വണ്ണം വെപ്പിക്കല്ലേ കുട്ടിയെ. എന്നിട്ട് അയ്യോ ഡോക്ടർ ഞങ്ങൾക്ക് മോശമാണ്, നമ്മളെ വീട്ടിൽ നിന്ന് നല്ല വണ്ണമൊക്കെ വെച്ച് വേണം ഭർത്താവിന്റെ വീട്ടിലേക്ക് കുട്ടിയെ വിടാൻ, അല്ലെങ്കിൽ ഞങ്ങളെ നോട്ടം മോശമാണെന്ന് പറയും. ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്ത് പറയാനവരോട്. അപ്പൊ പിന്നെ നല്ല നോട്ടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലും ഇതൊക്കെ പറഞ്ഞു വിട്ടു, ഓവർമേ നെയ്യുള്ളതൊന്നും കൊടുക്കരുത്, കുഞ്ഞിന് ദോഷമായിട്ട് വരും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡബിൾ ദ സൈസിൽ ആ കുട്ടി പിന്നെ വന്നു അടുത്ത ചെക്കപ്പിന്. അപ്പൊ ഈ മുഴുവൻ നെയ്യുള്ള സാധനം, പിന്നെ സൂപ്പ്, അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ അതിനെ കുടിപ്പിച്ച് അത് ഭയങ്കര വണ്ണം വെച്ചു. വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലൂസ് ഫാറ്റ് കിടക്കുന്നത് മുഴുവൻ ഈ വയറിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു പൊട്ടൻഷ്യൽ സ്പേസ്, അതിൽ നമുക്ക് എന്ത് വേണേലും കൊണ്ട് നിറയ്ക്കാം. അപ്പൊ ഇപ്പൊ നിറയാൻ പോണത് മുഴുവനും ഫാറ്റാ. അപ്പൊ അത് നല്ലോണം നിറഞ്ഞ് വയറങ്ങനെ നല്ലോണം ചാടി ഒരു 10, 23, 24 വയസ്സുള്ള ഒരു കുട്ടിയെ അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 40 വയസ്സായ സ്ത്രീനെ മാരിയുണ്ട്. നല്ല ഇങ്ങനെ വയറും ഒക്കെ ചാടി. എന്നിട്ട് ഇനി വയറ് കുറയ്ക്കാനായിട്ട് എന്റെ അടുത്ത് വന്നിരിക്കുക. അപ്പൊ ഇതെങ്ങനെ വയറ് കുറയ്ക്കും, മറ്റേ ബൈൻഡർ കെട്ടിട്ടാ? ഞാൻ പറഞ്ഞു ആദ്യം ഇങ്ങനെ കാണിക്കേണ്ടതൊന്ന് കുറച്ചാല് ഈ ബൈൻഡറൊക്കെ കുറച്ച് എന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇവരുടെ ഒരു റൂട്ടീനാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമേ ഇതുള്ളൂ. പക്ഷെ ഇത് നേരെ മറിച്ച് കണ്ടിട്ടുണ്ടല്ലോ വെസ്റ്റേണേഴ്സ്, അവര് ആക്ച്വലി ഈ മാരേജും 2-3 കുട്ടികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ സിനിമയിൽ ആക്ട് ചെയ്യുന്നതും മറ്റേ സ്പോർട്സിൽ കയറുന്നതും ഒക്കെ. അവർക്ക് ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റില്ല. ആക്ച്വലി മോർ ഫിറ്റ് ആയിരിക്കും അവർ അതിനുശേഷമൊക്കെ ബോഡി വൈസ്. എന്ന് വെച്ചാൽ അവര് അവർക്കറിയാം ആ ഒരു 3rd to 4th month ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവര് യൂഷ്വൽ എക്സസൈസസ് തുടങ്ങും. ഈ മസിൽസ് നമുക്ക് ലൂസ് ആയിട്ട് കിടക്കും. അപ്പം ഈ മസിൽസും സ്കിന്നും ടഫൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസസ്. സോ എന്നിട്ട് ഏറ്റവും ന്യൂട്രീഷ്യസ് ഫുഡായിരിക്കും അവർ കഴിക്കുന്നത്. ഇതൊന്നുമല്ല, നിറച്ചു ഫ്രൂട്ട്സ്, നല്ല വെജിറ്റബിൾസ്, പിന്നെ സോയാബീൻസ്, ഏറ്റവും പ്രോട്ടീനീഷ്യസ് ഫുഡ്, ഇതൊക്കെയാണ് ശരിക്കും വേണ്ടത്. ഇത് നമുക്കും പറ്റും. വൻപയർ, ചെറുപയർ, ചീരക്കറികള്, വെജിറ്റബിൾസ്. നമ്മൾ അവരെ പോലെ വലിയ സംഭവം അങ്ങനെയൊന്നും വേണ്ട. സാധാരണ ഒരു വീട്ടില് കിട്ടുന്ന എന്ത് കാര്യവും മതി. ഒരു നല്ല ഫുഡ് കഴിച്ചിട്ട് നോർമലായിട്ട് ഒരു പെൺകുട്ടിക്ക് ഇരിക്കാൻ പറ്റും, ഒരു ആരോഗ്യ കുഴപ്പമില്ലാതെ. ആരോഗ്യം വർദ്ധിപ്പിക്കാനും പറ്റും, തടി വർദ്ധിപ്പിക്കാതെ. ഈ നോൺ വെജ് കഴിച്ചില്ല എന്ന് വെച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്ക് പ്രശ്നമില്ല? ഒരു പ്രശ്നമില്ല. നോൺ വെജ് കഴിച്ചാൽ ചിലപ്പോൾ പ്രശ്നം വരും. ഞാൻ എല്ലാം പേരെടുത്തും ഈ ബീഫും മട്ടനും അവോയ്ഡ് ചെയ്യാൻ പറയും പ്രഗ്നൻസി സമയത്ത്. റെഡ് മീറ്റ് ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ടോട്ടലി ഇൻഫെക്റ്റഡ് ഒക്കെ ആയിരിക്കും സാധനം. എങ്ങനെ കുക്ക് ചെയ്താലും ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കും. ആ പ്രഗ്നൻസി സമയത്ത് ഒരു ഇൻഫെക്ഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. കഴിവതും പറ്റുന്ന ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കാൻ പ്രയാസമായിരിക്കും. സോ അത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആദ്യമേ പറയും. പിന്നെ എന്തുണ്ടെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്ത സംഭവങ്ങൾ, പുറത്തുനിന്ന് ഈ ചിക്കൻ ഫ്രൈ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുക. സോ ഇതാണ്. സോ നമ്മൾ ചില കാര്യങ്ങൾ സായിപ്പന്മാരെ നോക്കി നല്ല കാര്യങ്ങൾ, അവരുടെ പാന്റ് ഇടുക, അവരുടെ ജീൻസ് ഇടുക, അതല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ നല്ല കാര്യങ്ങൾ, അവര് കുറെ അവരുടെ നല്ല ശീലങ്ങളുണ്ട്,
അത് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. ഡോക്ടർ പറഞ്ഞു ഫോറിനേഴ്സിന്റെ പോലെ ഈ പ്രഗ്നന്റ് ആകുമ്പോൾ 4th മന്തിലെ ഇവരെ യോഗ അല്ലെങ്കിൽ ഏകദേശം 7th മന്ത് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട്, ദാറ്റ് ഈസ് BP ഇല്ല, ഷുഗർ ഇല്ല, വേറെ പ്രോബ്ലംസ് ഇല്ല, ത്രെട്ടന്റെ അബോർഷൻ ഇല്ല, ഒരു പ്രശ്നമില്ലാത്ത ഗർഭിണികൾക്ക് അവര് സിമ്പിൾ എക്സസൈസസ് എല്ലാ ഗർഭിണികളെയും ഒരുമിച്ച് വെച്ചുകൊണ്ട് പ്രഗ്നൻസി ക്ലിനിക് എന്ന് പറഞ്ഞ് വെച്ചിട്ട് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ട്രെയിനറെ വെച്ച് ഒരു ബേസിക് സിമ്പിൾ എക്സസൈസസ് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ പോസ്റ്റ്നേറ്റൽ ക്ലിനിക് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇതേപോലെ എക്സസൈസസ് 1 hour ഡെയിലി. ഇതൊക്കെ റുട്ടീൻ ഉള്ളതാ. നമ്മുടെ ഇവിടെയും വേണം. പക്ഷെ നമ്മുടെ എവിടെയാണെങ്കിലോ ഫുൾ ടൈം കിടത്തിയേക്കും, അനക്കൂല. 10-50 ദിവസത്തേക്ക് TV കാണാനില്ല, വെറും കട്ടിലൊരു ഡാർക്ക് റൂമിൽ ഇങ്ങനെ കിടത്തി ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ പുതച്ച് ആളുകൾ വരുമ്പോ ഇങ്ങനെ കാഴ്ച വസ്തുവായിട്ട് ഇങ്ങനെ. അങ്ങനെ വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും? ഞാനാണെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോ എണീറ്റ് നടന്നോളാൻ പറയും. സിസേറിയൻ ആണെങ്കിലും അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും പൊട്ടിപ്പോണ സാധനമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറി ആണെങ്കിൽ 1/2 മണിക്കൂറിൽ എണീറ്റിരുന്നോളാൻ പറയും. 1 hour നടക്കാൻ നടക്കാൻ പറയും, കുഞ്ഞിന് പാല് കൊടുക്കാൻ പറയും. ഇതൊക്കെ ആരുണ്ടാക്കുന്ന ഈ ഒരുതരം റൂൾസ് ആണ്. അതിലൊന്നും ഒരു കാര്യമില്ല. എത്രയും വേഗം നടത്തിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സ്ത്രീയെ. കാര്യം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കാലില് ബ്ലഡ് ക്ലോട്ടായിട്ട് അത് നമ്മുടെ കരളല്ല മറ്റേ ലങ്സിനെ ബാധിക്കാമെങ്കിൽ, ലങ്സിലോട്ട് പോവാമെങ്കിൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാന്നുള്ളതാണ്. സോ നമ്മൾ എത്രയും വേഗം കൈയും കാലും അനക്കാൻ വേണം അവരെ പ്രേരിപ്പിക്കാൻ. അവർ നടന്നു എന്ന് വെച്ചാൽ ഒരു സംഭവം നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടാണ് അകത്തുള്ള തയ്യലുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ ധൈര്യമായിട്ട് അവർക്ക് എണീറ്റ് നടക്കാം. സ്റ്റിച്ച് ഇടുമ്പോൾ സ്റ്റിച്ച് മിക്കവാറും പൊട്ടിപ്പോകുന്ന അവസ്ഥകൾക്ക് അവർ പറഞ്ഞ പൊട്ടണ സ്റ്റിച്ചാണോ നമ്മൾ അതിനകത്ത് ഇടുന്നത്? അത് നമ്മുടെ ഈ പേശികളെക്കാളും നല്ല സ്ട്രെങ്ത് ഉള്ള സാധനമാണ് നമ്മൾ അതിനകത്ത് ഇടുന്നത്. സ്റ്റിക്ക് ഇപ്പം സ്റ്റിച്ച് അല്ല യൂസ് ചെയ്യുന്ന, സ്റ്റിക്കറാണ്, സ്റ്റിക്ക് ചെയ്യാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റിക്കല്ല, നമ്മൾ സ്റ്റേപ്ലർ യൂസ് ചെയ്യും. അതൊക്കെ അത്രത്തോളം ടെസ്റ്റഡ് ആണ്. ഒരു കാരണവശാലും ഇനിയിപ്പോ അവര് തലയും കുത്തി മറിഞ്ഞാലും പോകത്തില്ല എന്നുള്ള രീതിക്കുള്ള സംഭവമേ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇടുകയുള്ളൂ. ഇത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സോ ഇറ്റ്സ് അത്രയ്ക്ക് പ്രൂഫ് ഉള്ള സംഭവം. ഇവർ എണീറ്റ് നടന്നു എന്ന് പറഞ്ഞാൽ അവരെ സ്റ്റിച്ചും പൊട്ടുകയില്ല, ഒന്നും പൊട്ടുകയില്ല. ഇതൊക്കെ വെറുതെ തോന്നില്ല, പേടിപ്പിക്കുന്ന ശരിക്കും പറഞ്ഞ ആൾക്കാരെ. മറ്റുള്ളവരെ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടാനിരിക്കുന്ന സാധനമൊന്നുമില്ലത്. അത്ര ഒരു ടൈറ്റ് മെറ്റീരിയൽ, അത്ര വളരെ സ്ട്രോങ് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഈ ഇടുന്നത്. അത് ആളുകൾക്കറിയില്ല. പക്ഷേ എന്റെ ഒരു ഇതും അടുത്ത ഒരു മീഡിയ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എന്നോട് അവർക്ക് ഈ അലർജി ഉണ്ട്, മെഡിസിൻസ് എല്ലാം അലർജിയാണ്. ഒരു സർജറിയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് ഒരു ദിവസം ഫോൺ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നതാ. സ്റ്റിച്ച് പൊട്ടി വയറിനകത്തുനിന്ന് ബ്ലഡോ പസ് എന്തൊക്കെയോ പുറത്തേക്ക് പോയി എന്ന് പറയുന്നത്. പിന്നെ 1 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതെന്താ അങ്ങനെ സംഭവിച്ചപ്പോ ഡോക്ടർ തന്നെ പറഞ്ഞു സ്റ്റിച്ച് അങ്ങനെ പൊട്ടില്ല. നമ്മളിപ്പോ അങ്ങനത്തെ സ്റ്റിച്ചസ് ഇപ്പൊ ഇടാറില്ല. സിസേറിയൻ ആണെങ്കിലും സ്റ്റേപ്ലിംഗ് ആണ് ചെയ്യുന്നത്, ക്ലിപ്പാ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ വെരി വെരി സേഫ് ആണത്. അതൊക്കെ പഴയ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഞാൻ സ്റ്റിച്ച് ഇടാറുമില്ല. അപ്പൊ അതിന്റെ ഒരു അസ്വസ്ഥത അവർക്ക് വരാറുമില്ല. ഒരു 4-5 ക്ലിപ്പ് അറിയുവേ ഇല്ല. അതുകൊണ്ട് 6 മണിക്കൂർ കഴിയുമ്പം ഇപ്പം യൂട്രസ് എടുക്കുന്ന ഓപ്പറേഷൻ ആയാലും 6 മണിക്കൂർ കഴിയുമ്പോൾ എന്റെ പേഷ്യൻസ് എണീറ്റ് നടക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തൊട്ട് അവർ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകും, ഭക്ഷണം കഴിക്കും, നോർമൽ. ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിലെ നോർമൽ ജോലികൾ വെയിറ്റ് എടുക്കണം മാത്രം പാടില്ല എന്ന് ഞാൻ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അത് മാത്രം ഹേർണിയൊന്നും വരാതിരിക്കാൻ. ഈ നല്ല വയറുള്ള സ്ത്രീകൾ, ഇപ്പൊ ഹസ്ബൻഡ്, ഇപ്പം ഞാൻ ആദ്യം നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഭർത്താവിന് പ്രശ്നമുണ്ട്, എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് ഒരു ക്രമീകരണം വേണം. രാവിലെയും രാത്രിയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ടിഫിൻ ഐറ്റംസ്, അതുപോലെ 3 or 4 നമ്പേഴ്സ്, ഇഡലിയോ ദോശയോ വാട്ടെവർ ഇറ്റ് ഇസ്. സിമ്പിൾ ആയിട്ടുള്ള റെജീമാണ് ഞാനിപ്പോ പറയുന്നത്, നമുക്ക് പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കുക. അപ്പോൾ അതിന്റെ കൂടെ കുറെ വെജിറ്റബിൾ സാലഡ്സ് അങ്ങനെ. പിന്നെ ഇടയ്ക്കുള്ള സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സാലഡ് കഴിക്കാം, ഡയബറ്റിക് അല്ലെങ്കിൽ. പിന്നെ അരറൂട്ട് ബിസ്ക്കറ്റ്. ഇടയ്ക്ക് ഈ കോഫി ടീ അധികം ഇല്ലാതെ 1 or 2 നിർത്തിയിട്ട് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് പ്രോട്ടീൻ ഡ്രിങ്ക് കഴിക്കാം. വിശപ്പ് വരുന്ന സമയത്ത് നമുക്ക് പറ്റിയത് ഈ വെള്ളരിക്ക ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് എല്ലാം കൂടി ഉള്ള ഒരു സാലഡ് കഴിക്കാം. പിന്നെ നമ്മൾ തന്നെ 2 ബ്രെഡ് ഇത് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി, അത് ചീസ് ഇല്ലാതെ ഒരു സാൻഡ്വിച്ച് പോലെ ഉണ്ട്. പിന്നെ ഫ്രഷ് ജ്യൂസ്. ഇപ്പം നമ്മൾ വെളിയിൽ പോയി ഇനി ഫ്രഷ് ജ്യൂസ് വാങ്ങിക്കണില്ല. തക്കാളി ഏറ്റവും നല്ല സാധനമാണ്. ലൈക്കോപ്പീൻ എന്നുള്ളത് ഏറ്റവും കൂടുതലുള്ളതാ തക്കാളി. സ്ത്രീക്കും പുരുഷനും എല്ലാ കാര്യത്തിനും നല്ലതാ.
ഈ അധികം ഏജിങ് വരാതെ പെട്ടെന്ന് വയസ്സാകാതെ ഒക്കെ ഇരിക്കാൻ നല്ലതാ തക്കാളി. ഇപ്പം സ്റ്റോൺ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കണം. ഈ എല്ലാം പറയുമ്പോ എല്ലാം പറയണം. സ്റ്റോണിന്റെ ടെൻഡൻസി, യൂറിനറി സ്റ്റോൺസ് വരാത്തവരായിരിക്കണം ഈ തക്കാളി കൂടുതൽ ഉപയോഗിക്കണം. സ്റ്റോൺ വരുന്നവര് തക്കാളി ഉപയോഗിക്കാതെ നോക്കണം. അത് ഒന്ന് മിക്സിയിൽ അടിച്ച് ചെയ്ത് ലേശം പഞ്ചസാരയിട്ട് വളരെ വളരെ ദേഹത്തിന് നല്ലൊരു സാധനമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഡെലിവറി കഴിഞ്ഞ് സ്ത്രീകൾക്ക് കൂടുതലായി ഇപ്പോ സ്ട്രെച്ച് മാർക്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. അത് 3 months ഒക്കെ ആകുമ്പോൾ അതിനുള്ള മെഡിസിൻസ് തന്നെ ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ തന്നെ ഡോക്ടേഴ്സ് നൽകുന്നതായിരിക്കും. അതുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ടാവും മൈൻഡ്.